ഇരുട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടെന്ന് പറയുന്നത് നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രവാസങ്ങളും ഇതിനൊക്കെയാണ് ഇരുട്ടെന്ന് പറയുന്നത്. അപ്പൊ ആ ഇരുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുവിനറിയാം നമ്മളെ ഇരുട്ടിലാക്കിയാൽ നമ്മുടെ പാട്ട് നിൽക്കും. അവന് 100% അറിയാം. യോബിന്റെ കാര്യത്തിൽ പിശാചുക്കൾ ദൈവസേനയിൽ കയറിയിട്ട് എന്താ പറഞ്ഞത്? അവൻ നിന്നെ സേവിക്കുന്നതും നിന്നെ ആരാധിക്കുന്നതും നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, നീ അവനെ അതുപോലെ അനുഗ്രഹിച്ചത് കൊണ്ടാണ്. അവൻ നിന്നെ ആരാധിക്കുന്നതിൻ്റെ ഒരു കാരണം നീ ചെയ്ത നന്മകൾ കൊണ്ടാണ്. അതുകൊണ്ട് നീ ആ നന്മയൊന്ന് മാറ്റി നോക്ക്, അപ്പം അറിയാം അവൻ്റെയൊക്കെ തനി നിറം എന്ന് ദൂതന്മാർ അല്ലെങ്കിൽ പിശാചുക്കൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അവന്റെ പ്രാണനെ തൊടണ്ട, ബാക്കിയുള്ളതിൽ ഇട്ട് നോക്ക്, അവൻ ആരാധിക്കൂല്ലോ എന്ന് ഞാൻ പറയാം. കിട്ടിയ ചാൻസിൽ യോബിന്റെ സകലതും ഒരു ദിവസം കൊണ്ട് സകലതും തകർന്നടിഞ്ഞപ്പോൾ ബൈബിൾ എഴുതി യോബ് പാട്ട് നിർത്തിയെന്നല്ല, സാഷ്ടാംഗം ദൈവസന്നിധിയിൽ വീണ് ആരാധിച്ചത്. യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ അവൻ ഏത് കൂരിരുട്ടിലും പാടും.